പത്തനംതിട്ടയിലേക്ക് തന്നെ നമുക്ക് പോകാം. നെടുമ്പാശ്ശേരിയിൽ നിന്നും ആംബുലൻസിൽ കൊണ്ടുവരുന്ന മൃതശരീരങ്ങൾ ജില്ലാതിർത്തിയായ തിരുവല്ല ഇടിഞ്ഞില്ലത്ത് ജില്ലാ ഭരണകൂട പ്രതിനിധികൾ ഏറ്റുവാങ്ങും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന. അഭിലാൽ നൽകും അവിടെ നിന്നുള്ള സങ്കട കാഴ്ചകൾ. മുരളീധരൻ നായരുടെ വീട്ടിൽ വാഴമുട്ടത്ത് അഭിലാൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അഭിലാൽ, എത്രത്തോളം ദുഃഖകരമായ കാഴ്ചകളാണ് അവിടെ നിന്ന് കാണാൻ കഴിയുന്നത്? നമുക്ക് വിവരിക്കാൻ കഴിയില്ല, വളരെ പ്രയാസമാണ്. എങ്കിലും ഇനിയുള്ള ക്രമീകരണങ്ങൾ, മൃതദേഹങ്ങൾ എത്തിച്ച ശേഷമുള്ള മറ്റ് നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് അഭിലാൽ? മുരളീധരൻ നായർ കഴിഞ്ഞ 32 വർഷമായി കുവൈറ്റിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ഈ ആഗസ്റ്റോടു കൂടി അവിടുത്തെ ജോലി മതിയാക്കി ഇനിയുള്ള കാലം കുടുംബാംഗങ്ങൾക്കൊപ്പം കഴിയണമെന്നുള്ള ആഗ്രഹം പങ്കുവച്ചിരുന്നു പലപ്പോഴും എന്നുള്ളതാണ് ബന്ധുക്കൾ നൽകുന്ന വിവരം. അങ്ങനെ ഈ ആഗസ്റ്റിൽ ഓണക്കാലത്ത് അവിടുത്തെ ജോലി അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങാനുള്ള താല്പര്യത്തിലായിരുന്നു. അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ 2 മാസം മുൻപാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം സംഭവിക്കുന്നത്. അങ്ങനെ ബന്ധുക്കൾക്ക് വലിയ കടുത്ത ആഘാതം നൽകിയ ആ വേർപാടിൻ്റെ വേദനയിലാണ് ബന്ധുക്കളും കുടുംബാംഗങ്ങളും നാട്ടുകാരും ഒക്കെ തന്നെ ഉള്ളത്. ഇന്നലെയും ഇന്നുമായി ഇദ്ദേഹത്തോടൊപ്പം ഈ അപകടത്തിന് മുൻപ് അവിടെ നാട്ടിലേക്ക് തിരികെ എത്തിയിട്ടുള്ള കുവൈറ്റിൽ നിന്നുള്ള സുഹൃത്തുക്കളൊക്കെ തന്നെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി എത്തിയിരുന്നു. അങ്ങനെ അവരുടെ ഒരു കാത്തിരിപ്പിന് ഒരു വലിയ ആഘാതമായിട്ടാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല, ജില്ലയ്ക്ക് മറ്റ് 5 പേരെ കൂടി നഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവരുടെയും മൃതശരീരങ്ങളും വഹിച്ചുകൊണ്ടുള്ള വാഹനങ്ങൾ ഇപ്പോൾ മൂവാറ്റുപുഴ പിന്നിട്ടിരിക്കുകയാണ്. ഏറെക്കുറെ 80 കിലോമീറ്റർ ദൂരമാണ് ഇനി അവശേഷിക്കുന്നത്. ഏറെക്കുറെ 3 മണിക്കൂർ സമയം കൂടി പിന്നിടുമ്പോൾ മൃതശരീരമായി ആംബുലൻസ് ഇവിടേക്ക് വാഴമുട്ടം ഈസ്റ്റ് ഭാഗത്തേക്ക് എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പത്തനംതിട്ട കോട്ടയം ജില്ലാ അതിർത്തിയായിട്ടുള്ള ഇടിഞ്ഞില്ലത്ത് ജില്ലാ കളക്ടർ, SP, ADM തുടങ്ങിയ ആളുകളുടെ സാന്നിധ്യത്തിൽ വാഹനങ്ങൾ ഏറ്റെടുക്കും. തുടർന്ന് ജില്ലാ കളക്ടർ തന്നെ അകമ്പടിയായി ഇവിടെ എത്തിച്ചേരും. തുടർന്ന് ഇവിടെ 1 മണിക്കൂർ സമയമാണ് പൊതുദർശനത്തിനായി നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. അതിനുശേഷം വീടിൻ്റെ പിൻവശത്ത് മുരളീധരൻ നായരുടെ പിതാവ് വാസുദേവൻ നായർ, അമ്മ രാജമ്മ എന്നിവരുടെ കുഴിമാടത്തിന് അരികിലായിട്ടാണ് ചിത ഒരുക്കിയിട്ടുള്ളത്. പ്രദേശവാസികളും അതോടൊപ്പം തന്നെ നാട്ടുകാരും സുഹൃത്തുക്കളുമായ നിരവധി ആളുകൾ ചേരുന്നുണ്ട്. ഇങ്ങനെ ഒരു വരവ് നമ്മൾ ഒരു ഘട്ടത്തിലും പ്രതീക്ഷിച്ചതല്ല. അല്ല, ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചല്ല. ദുഃഖമല്ലേ പറ്റും. ഇത്രയും നല്ലൊരു മനുഷ്യൻ അത്ര ഇതാണ്. നമ്മളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തോ സ്നേഹമാണ്. നമുക്ക് അതിനെക്കുറിച്ച് അതിന് വ്യക്തമായിട്ട് അങ്ങനെ പറയാനൊക്കെ ആ ഒരു രീതി വല്ലാത്തൊരു സങ്കടമായി അതേ പറയാനുള്ളൂ. പ്രത്യേകിച്ച് പുള്ളിയെക്കുറിച്ച് നമുക്ക് മറ്റൊന്നും പറയാനില്ല. അതുപോലെ നല്ല മനുഷ്യൻ, അല്ലാതെ മറ്റൊരു അഭിപ്രായ വ്യത്യാസമോ പുള്ളിയെക്കുറിച്ചൊരു ദോഷവശമോ അങ്ങനെയൊന്നുമില്ല. ഞങ്ങളുടെ കരയോഗത്തിലെ നല്ലൊരു പ്രവർത്തകനായിരുന്നു. ഇവിടെ ഉള്ളപ്പോൾ അവധിക്ക് വരുമ്പോഴെല്ലാം കരയോഗത്തിൻ്റെ എല്ലാ കാര്യത്തിലും പങ്കെടുക്കും. പുള്ളിയുടെ അകാല വിയോഗം എന്ന് പറയുന്നത് ആർക്കും അത്ര താങ്ങാവുന്നതല്ല. അതെ, പിന്നെ എല്ലാം നമ്മൾ ഉൾക്കൊള്ളുക. 60ാമത്തെ വയസ്സിൽ ജോലിയിൽ നിന്നും അദ്ദേഹം ഔദ്യോഗികമായി വിരമിച്ചതാണ്. പക്ഷേ NBTC എന്ന കമ്പനി കുവൈറ്റിൽ പുതിയ ഒരു പ്രൊജക്റ്റ് ഏറ്റെടുത്ത ഘട്ടത്തിൽ അദ്ദേഹത്തിനെ ആ കമ്പനി തന്നെ തിരികെ വിളിക്കുകയായിരുന്നു. 5 വർഷം ജോലി ചെയ്യാം എന്നുള്ള ധാരണയിലാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ അദ്ദേഹം പോയത്. എന്നാൽ ആഗസ്റ്റോടുകൂടി ജോലി അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങാനുള്ള ആഗ്രഹം അദ്ദേഹം പങ്കുവച്ചിരുന്നു. അങ്ങനെ മടങ്ങി വരാനുള്ള ഒരു സമയത്താണ് ഇത്തരത്തിലൊരു അത്യാഹിതം സംഭവിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ മൃതശരീരം മാത്രമാണ് മരണമടഞ്ഞ പത്തനംതിട്ട ജില്ലക്കാരിൽ ഇന്ന് സംസ്കരിക്കപ്പെടുന്നത്. അത് ഏറെക്കുറെ 5 മണിയോടുകൂടി മൃതശരീരം ഇവിടെ എത്തിച്ച് സംസ്കരിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 12 സ്വദേശിയായിട്ടുള്ള ആകാശ് S. നായർ, 32 വയസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായം. ഈ ഓണത്തിന് നാട്ടിൽ വരുന്ന വേളയിൽ വിവാഹം നടത്തണം എന്നുള്ള താല്പര്യം ബന്ധുക്കൾക്കുണ്ടായിരുന്നു. അങ്ങനെ ആലോചനകൾ മുറുകി വരുന്ന ഒരു ഘട്ടം കൂടിയായിരുന്നു. നാളെയാണ് അദ്ദേഹത്തിൻ്റെ മൃതശരീരം സംസ്കരിക്കുക. അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ പന്തളത്ത് തുടരുകയാണ്. കോന്നി അട്ടച്ചക്ര സ്വദേശിയായിട്ടുള്ള സജു വർഗീസാണ് മരണമടഞ്ഞ മറ്റൊരാൾ. ഇന്ന് അദ്ദേഹത്തിൻ്റെ മൃതശരീരം ബന്ധുക്കൾ ഏറ്റുവാങ്ങി ഇടത്തിട്ടയിലെ ഒരു സ്വകാര്യ ആശുപത്രിയുടെ മോർച്ചറിയിലേക്ക് മാറ്റും. അതിനുശേഷം തിങ്കളാഴ്ച രാവിലെ
വീട്ടിലെത്തിക്കുന്ന മൃതശരീരം ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി സെൻറ് തോമസ് മർത്തോമ പള്ളിയിലേക്ക് കൊണ്ടുപോകും. 2 മണിയോടുകൂടി ശവസംസ്കാര ചടങ്ങുകൾ അവസാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ജില്ലയിൽ നിന്നും മറ്റ് വേർപെട്ടു പോയ മേപ്രാൽ സ്വദേശി ഉമ്മൻ തോമസ് ഉമ്മൻ്റെ സംസ്കാരം ഞായറാഴ്ച ഉണ്ടാകുമെന്നുള്ളതാണ് ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. പത്തനംതിട്ട കീഴ്വായ്പൂർ സ്വദേശി സിബിൻ എബ്രഹാം, നിരണ സ്വദേശി മാത്യു തോമസ് എന്നിവരുടെ സംസ്കാരം തിങ്കളാഴ്ച ആണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എല്ലാവരുടെയും ബന്ധുജനങ്ങളും സുഹൃത്തുക്കളും അങ്ങനെ നിരവധി ആളുകൾ അവരുടെ കുടുംബ വീട്ടിലേക്ക് എത്തിച്ചേരുകയാണ്. ബന്ധുക്കളെ സമാശ്വസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. എന്തായാലും തീർത്തും അപ്രതീക്ഷിതമായി ജീവിതത്തിൻ്റെ ഒരു നല്ലൊരു ശതമാനം സമയവും വിദേശത്ത് ജോലി ചെയ്തു കുടുംബത്തിന് വേണ്ടി പ്രയത്നിച്ചു. ചിലരൊക്കെ തന്നെ വലിയ സാമ്പത്തികമായ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ മറ്റു ചിലർ അവരുടെ സ്വപ്നങ്ങളൊക്കെ തന്നെ ബാക്കി കണ്ണീർ കാഴ്ചകൾ പത്തനംതിട്ടയിൽ നിന്നും പങ്കുവെച്ചത്.